അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ 18-ാം ജുസ്, അധ്യായം 24, സൂറത്തുന്നൂർ, 3 മുതൽ 9 വരെയുള്ള ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രികതൻ വസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക് വഹുർരിമ ദാലിക അലൽ മുഅ്മിനീൻ. വ്യഭിചാരം ചെയ്യുന്നവളെയോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസക്കാരിയെയോ അല്ലാതെ വിവാഹം ചെയ്യാറില്ല. വ്യഭിചാരിണിയാകട്ടെ വ്യഭിചാരിയോ ബഹുദൈവ വിശ്വാസിയോ അല്ലാതെ അവളെ വിവാഹം ചെയ്യാറുമില്ല. അത് സത്യവിശ്വാസികളുടെ മേൽ വിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. നീചപ്രവൃത്തികളും തോന്നിയവാസങ്ങളും പതിവാക്കിയ ആളുകളും സൽവൃത്തരായ ആളുകളും തമ്മിൽ യോജിപ്പും ഇണക്കവും ഉണ്ടാവുകയില്ലല്ലോ. നേരെ മറിച്ച് ദുർവൃത്തന്മാർ തമ്മിലും സൽവൃത്തന്മാർ തമ്മിലും ഇണക്കത്തോടും യോജിപ്പോടും കൂടി വർത്തിക്കുക സ്വാഭാവികമാണ്. ചീത്ത പുരുഷന്മാർ നല്ല സ്ത്രീകളെയും നല്ല പുരുഷന്മാർ ചീത്ത സ്ത്രീകളെയും വിവാഹം കഴിക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിക്കാറില്ല. സ്ത്രീകളുടെ നിലയും ഇതുപോലെ തന്നെ. ഇണയോട് ചേരുമല്ലോ. സാധാരണക്കെതിരായി എപ്പോഴെങ്കിലും ഇതിന് വിപരീതമായ ഉദാഹരണങ്ങൾ ഉണ്ടായിക്കൂടാ എന്ന് ഇതിനർത്ഥമില്ല. ഏതായാലും ദുർജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് പല നിലയ്ക്കും മനുഷ്യനെ ദുഷിപ്പിക്കുന്നതാകൊണ്ട് തോന്നിയവാസികളുമായും അവിശ്വാസികളുമായുമുള്ള വൈവാഹിക കൂട്ടുകെട്ടുകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ സത്യവിശ്വാസികളോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ്. മേൽപ്പറഞ്ഞ തത്വം 26-ാം വചനത്തിലും പ്രതിപാദിക്കപ്പെട്ടു കാണാം. സജ്ജനങ്ങളുമായുള്ള വൈവാഹിക കൂട്ടുകെട്ടിനെ 32-ാം വചനത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതും കാണാം. സ്വദേശം വിട്ടുപോന്ന മുഹാജിറുകളായ ചില സ്വഹാബികൾ ദാരിദ്ര്യം മൂലം വിവാഹം കഴിപ്പാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ തോന്നിയവാസികളായി അറിയപ്പെട്ടിരുന്ന ചില സ്ത്രീകളെ വിവാഹം ചെയ്യുവാൻ മുതിർന്നതിനെ തുടർന്നാണ് ഈ ആയത്ത് അവതരിച്ചതെന്ന് പറയപ്പെടുന്നു. അല്ലാഹു അഅലം. വല്ലദീന യർമൂനൽ മുഹ്സനാതി സുമ്മ ലം യഅ്തൂ ബിഅർബഅതി ശുഹദാ ഫജ്ലിദൂഹും 80 ജൽദതൻ വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദാ വഉലൈക ഹുമുൽ ഫാസിഖൂൻ. ചാരിത്ര്യം സിദ്ധിച്ച സ്ത്രീകളെ, അതായത് വ്യഭിചാര ആരോപണം ചെയ്യുകയും പിന്നീട് 4 സാക്ഷികളെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്നവരാകട്ടെ, അവരെ നിങ്ങൾ 80 അടി അടിക്കുവിൻ. ഒരിക്കലും അവരുടേതായ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യരുത്. അവർ തന്നെയാണ് തോന്നിയവാസികൾ. ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അതിനുശേഷം പശ്ചാത്തപിക്കുകയും അതായത് സ്ഥിതി നന്നാക്കുകയും ചെയ്തവരൊഴികെ, കാരണം അള്ളാഹു പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. മുഹ്സനത്ത് എന്ന വാക്ക് വിവാഹം കഴിഞ്ഞവൾ, പതിവ്രത, ചാരിത്രശുദ്ധിയുള്ളവൾ, ചാരിത്ര്യം സംരക്ഷിക്കപ്പെട്ടവൾ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിൽ സന്ദർഭോചിതം ഉപയോഗിക്കപ്പെടുന്നതാണ്. സ്വതന്ത്രകളും പ്രായപൂർത്തി എത്തിയവരുമായ പതിവ്രതകൾക്കാണ് മിക്കപ്പോഴും ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്. ചാരിത്രശുദ്ധിയുള്ള മാന്യ സ്ത്രീകളെ വ്യഭിചാരാരോപണം നടത്തുന്നവരുടെ ശിക്ഷയാണ് മേൽ കണ്ടത്. പുരുഷന്മാരെ ആരോപണം ചെയ്യുന്നവരും ഈ ശിക്ഷയ്ക്ക് വിധേയർ തന്നെ. എങ്കിലും വ്യഭിചാരാരോപണം നിമിത്തമുണ്ടാകുന്ന ദുഷ്കീർത്തിയും അതിൻ്റെ പ്രത്യാഘാതവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകൾക്കാണെന്ന് പറയേണ്ടതില്ല. അതുകൊണ്ടാണ് സ്ത്രീകളെ ആരോപിക്കുന്നവരെ കുറിച്ച്
കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നത്. മുമ്പ് നാം സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം വ്യഭിചാരത്തിന് കൽപ്പിക്കുന്ന വെറുപ്പിന്റെയും അറപ്പിന്റെയും കാഠിന്യമാണ് ഈ ശിക്ഷാ നിയമവും കാണിക്കുന്നത്. ഉത്തരവാദപ്പെട്ടവരുടെ മുമ്പിൽ 4 സാക്ഷികൾ മുഖേന തെളിയിക്കപ്പെടാത്ത പക്ഷം അന്യനെപ്പറ്റി വ്യഭിചാരാരോപണ വാക്കുകൾ പറയുന്നവരെ അവർ എത്ര പേരുണ്ടായാലും ശരി ഓരോരുത്തനെയും 80 അടി വീതം അടിക്കണമെന്ന് പറയുമ്പോൾ ഈ ആരോപണം എത്രമേൽ ഭയങ്കരമായിരിക്കണം. പിന്നീട് ഒരു കാലത്തും ഒരു കേസിലും അവരെ സാക്ഷികളായി സ്വീകരിപ്പാൻ പാടില്ലെന്നും അള്ളാഹു കൽപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. വ്യഭിചാരത്തിന് ധാരാളം അനുകൂലവും പ്രചാരവും സിദ്ധിക്കുന്ന ഇക്കാലത്ത് മാന്യന്മാരായ ആളുകളെപ്പറ്റി തക്ക തെളിവൊന്നും കൂടാതെ ആരോപണങ്ങൾ പുറപ്പെടുവിക്കാനും അത് കേട്ട മാത്രയിൽ പരസ്യമായി ഏറ്റുപറയുവാനും ആളുകൾ മുതിരുന്നതിൽ അത്ഭുതപ്പെടുവാനില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയെ അവർ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അവർ തന്നെയാണ് തോന്നിയവാസികൾ എന്ന വാക്യം വളരെ ശ്രദ്ധേയമാണ്. തോന്നിയവാസികളായതുകൊണ്ടാണ് സജ്ജനങ്ങളുടെ ചാരിത്രശുദ്ധിയെ കളങ്കം വരുത്തുവാൻ അവർ മുതിരുന്നതെന്നും അവരുടെ ഈ പ്രവൃത്തി അവർ തോന്നിയവാസികളാണെന്നതിൻ്റെ ലക്ഷണമാണെന്നും അത് കാണിക്കുന്നു. സംഭവം തെളിയിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുപക്ഷെ ആരോപിക്കപ്പെട്ട സംഗതി വാസ്തവത്തിൽ ശരിയായിരുന്നുകൂടെ എന്ന് ചോദിക്കപ്പെട്ടേക്കാം. അതെ, ശരിയാവാം. എന്നാലും മാന്യ വനിതകളായി കരുതപ്പെട്ടു വരുന്നവർക്ക് മാനഭംഗം വരുത്തുവാനും ഒളിഞ്ഞുകിടക്കുന്ന അവരുടെ രഹസ്യം പുറത്തു ചോർത്തി സമുദായ മധ്യേ ദുഷ്പ്രചാരണം ഉണ്ടാക്കുവാനും ധൈര്യപ്പെട്ടത് തന്നെ അതിന് തെളിവാണല്ലോ. മറ്റുള്ളവരുടെ കുറ്റവും കുറവും വെളിപ്പെടുത്തുന്നത് മാന്യന്മാർക്ക് യോജിച്ചതല്ലെന്നും ശിക്ഷാർഹമാണെന്നും ആയത്ത് ഹദീസുകളിൽ നിന്ന് പരക്കെ അറിയപ്പെടുന്നതും ആലോചിച്ചറിയാവുന്നതാണ്. ഏത് പാപം ചെയ്താലും അതിനെപ്പറ്റി ഖേദിച്ച് മടങ്ങുന്നവന് അള്ളാഹു പൊറുക്കുന്നതാണ്. ഈ ഭയങ്കര കുറ്റം ചെയ്തവർക്കും ഈ നിയമം ബാധകം തന്നെ. പക്ഷേ ഖേദിച്ചു മടങ്ങിയെന്ന് പറഞ്ഞതുകൊണ്ടാവില്ല. അവന്റെ സ്ഥിതിഗതികളിൽ നിന്ന് അവൻ നന്നായി തീർന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുക കൂടി വേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ പിന്നീട് അവന്റെ സാക്ഷ്യം സ്വീകരിക്കുവാൻ പാടുള്ളൂ. അവർ തങ്ങളുടെ സ്ഥിതി നന്നാക്കുകയും എന്ന വാക്ക് ഇതാണ് കാണിക്കുന്നത്. വ്യഭിചാരാരോപണത്തിൽ ശിക്ഷയ്ക്ക് വിധേയനായവന്റെ സാക്ഷ്യം ഒരു കാരണത്താലും സ്വീകരിക്കപ്പെടുകയില്ലെന്നും പുറത്തു കൊടുക്കുമെന്ന വാഗ്ദാനം പരലോക ശിക്ഷയെ സംബന്ധിച്ച് മാത്രമാണെന്നും ചില മഹാന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളതും ഇവിടെ പ്രസ്താവ്യമാണ്. അബദ, ഒരിക്കലും എന്നും മറ്റും ഊന്നിപ്പറഞ്ഞിട്ടുള്ളതിൻ്റെ ഗൗരവം അതാണ് മനസ്സിലാക്കുന്നത് എന്നത്രേ അവർ പറയുന്നത്. ഭാര്യ ഭർത്താക്കൾ തമ്മിൽ വ്യഭിചാരാരോപണം ചെയ്താലുള്ള ശിക്ഷയും മേൽ പറഞ്ഞത് തന്നെ. എന്നാൽ ഒരാൾ തൻ്റെ ഭാര്യ ദുർനടപ്പുകാരിയാണെന്ന് കണ്ടുകഴിഞ്ഞാൽ അതിന് 4 സാക്ഷികളെ സമ്പാദിക്കുക മിക്കപ്പോഴും പ്രയാസകരമായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. സംഭവം വെളിക്കു വരുത്തിയാൽ 80 അടിയും വമ്പിച്ച വഷളത്വവുമാണ് ലഭിക്കുക. മൗനം അവലംബിക്കുകയാണെങ്കിലോ അത് എത്രമാത്രം ദുഷ്കരമായിരിക്കുമെന്ന് പറയേണ്ടതുമില്ല. ദുർനടപ്പുകാരിയായ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നതിലുള്ള വിഷമങ്ങൾ ഇരിക്കട്ടെ, അവനിൽ നിന്നല്ലാതെ ജനിക്കുന്ന അവളുടെ കുട്ടിയെ അവൻ ഏറ്റെടുക്കുക തുടങ്ങിയ പലതും അതിനാൽ നേരിടുകയും ചെയ്യുമല്ലോ. അസഹനീയമായ ഈ ധർമ്മസങ്കടത്തിൽപ്പെട്ട് ഗതിമുട്ടുന്ന ഭാര്യ ഭർത്താക്കളിൽ കൈക്കൊള്ളേണ്ടുന്ന ഇസ്ലാമിക നിയമമാണ് അടുത്ത വചനങ്ങളിൽ വിവരിക്കുന്നത്. വല്ലദീന യർമൂന അസ്വാജഹും വലം യകുൽ ലഹും ശുഹദാഉ ഇല്ലാ അൻഫുസുഹും فشهادة أحدهم 4 شهادات بالله إنه لمن الصادقين. തങ്ങളുടെ ഭാര്യമാരെ, അതായത് വ്യഭിചാര ആരോപണം ചെയ്യുകയും തങ്ങൾക്ക് തങ്ങൾ തന്നെയല്ലാതെ സാക്ഷികൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവരാകട്ടെ, അവരിൽ ഓരോരുത്തന്റെ സാക്ഷ്യം നിശ്ചയമായും താൻ സത്യം പറയുന്നവരിൽ പെട്ടവൻ തന്നെയാണ് എന്ന് അള്ളാഹുവിന്റെ പേരിൽ 4 സാക്ഷ്യം നിർവഹിക്കലാകുന്നു. والخامسة أن لعنة الله عليه إن كان من الكاذبين. അഞ്ചാമത്തേത്, താൻ കളവ് പറയുന്നവരിൽ പെട്ടവനാണെങ്കിൽ തൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഭവിക്കട്ടെ എന്നാകുന്നു. അധികാരപ്പെട്ടവരുടെ മുഖേന ഇപ്രകാരം 5 പ്രാവശ്യം അള്ളാഹുവിനെ മുൻനിർത്തി സ്വയം സാക്ഷിമൊഴി കൊടുക്കുന്ന പക്ഷം
പുരുഷന്റെ ഭാഗത്ത് നിന്ന് ആരോപിച്ച കുറ്റം നിയമപരമായി അവൻ സ്ഥാപിച്ചു കഴിഞ്ഞു. അവളുടെ പേരിൽ വ്യഭിചാരത്തിന്റെ കുറ്റപത്രം തയ്യാറാവുകയും ചെയ്തു. പക്ഷേ പുരുഷന്റെ അത്ര തന്നെ അവൾക്കും നിയമപരമായ അവകാശമുണ്ട്. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന, അവരുടെ സ്ത്രീകളുടെ മേലുള്ളതുപോലെ അവർക്കും അവകാശമുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. ആകയാൽ അവളുടെ ഭാഗം അവൾക്കും തെളിയിക്കാം. ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين. നിശ്ചയമായും അവൻ, അതായത് ഭർത്താവ്, കളവ് പറയുന്നവരിൽ പെട്ടവൻ തന്നെയാണ് എന്ന് അള്ളാഹുവിന്റെ പേരിൽ 4 സാക്ഷ്യവചനങ്ങൾ അവൾ പറയുന്നത് അവളിൽ നിന്ന് ശിക്ഷയെ തടഞ്ഞു കളയുന്നതാണ്. والخامسة أن غضب الله عليها إن كان من الصادقين. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനാണെങ്കിൽ അള്ളാഹുവിൻ്റെ കോപം തൻ്റെ മേൽ ഭവിക്കട്ടെ എന്ന് 5-ാമത്തേതും. ഓരോരുത്തരും നൽകേണ്ടുന്ന സാക്ഷ്യമൊഴികൾ അവനവൻ്റെ സത്യതയും നിരപരാധിത്വവും മറ്റേയാളുടെ അസത്യതയും അപരാധിത്വവും സ്ഥാപിക്കുന്നതാകുന്നു. 5 സാക്ഷ്യമൊഴികൾ അവളും കൊടുക്കുന്ന പക്ഷം അവളുടെ ഭാഗം അവളും സ്ഥാപിച്ചു. ഇപ്പോൾ 2-ൽ ഒരാളെ മാത്രം കുറ്റക്കാരനാക്കുവാൻ നിവൃത്തിയില്ല. എങ്കിലും യഥാർത്ഥത്തിൽ 2-ൽ ഒരാൾ കുറ്റക്കാരനും മറ്റേയാൾ നിരപരാധിയുമായിരിക്കുമെന്ന് തീർച്ചയുമാണ്. സൂറത്ത് അൽ കഹ്ഫ് 72-ന്റെ വിവരണത്തിൽ നാം ചൂണ്ടിക്കാട്ടിയതുപോലെ ബാഹ്യമായ തെളിവുകൾ അനുസരിച്ച് നീതിന്യായം പാലിക്കുവാനേ ഈ ലോകത്ത് മനുഷ്യർക്ക് നിവൃത്തിയുള്ളൂ. രഹസ്യവും യഥാർത്ഥ്യവും അനുസരിച്ചുള്ള വിധി അള്ളാഹു പിന്നീട് നടത്തിക്കൊള്ളും. ഏതായാലും ഇരുഭാഗക്കാരും അന്യോന്യം ഇപ്രകാരം തെളിവ് സ്ഥാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അവർ യോജിച്ച് കഴിയുകയെന്നത് ന്യായവും സാധ്യവുമല്ല. അതുകൊണ്ട് അവർ തമ്മിലുള്ള ബന്ധം ഇതുമുതൽ നിർത്തലാക്കപ്പെടുന്നതും നിയമാനുസൃതമല്ലാത്ത നിലയിൽ ജനിച്ചേക്കാവുന്ന കുട്ടി അവൻ്റേതല്ലെന്ന് തീരുമാനിക്കപ്പെടുന്നതുമാകുന്നു. ഇരു കക്ഷികളും ഇത്രയും ധൈര്യത്തോടെ 5 വട്ടം സത്യമൊഴി കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ അവരിലൊരാൾ നിഷ്ഠൂരവും നീചവുമായ മനസ്ഥിതിയുള്ള ആളായിരിക്കണമല്ലോ. ആകയാൽ ഈ സാക്ഷിമൊഴികൾ കൊടുക്കുവാൻ മുന്നോട്ട് വരുന്നത് വളരെ ഗൗരവപൂർവം ആലോചിച്ച് ചെയ്യേണ്ടതാണ്. ഐഹിക ശിക്ഷയേക്കാൾ വളരെ വമ്പിച്ചതാണ് പരലോക ശിക്ഷ എന്ന് ഓർക്കേണ്ടതുണ്ട്. തൽക്കാലം രഹസ്യം പുറത്താക്കാതെ മൂടിവെക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം മാത്രമാണ് എന്നൊക്കെ അടുത്ത വചനം ചൂണ്ടിക്കാട്ടുന്നു.